കടുവ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മലായൻ കടുവ എവിടെയാണെന്നല്ലേ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം സിംഗപ്പൂർ ഓപ്പൺ ചെയ്ത 13 ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്ന റെയിൻ ഫോറസ്റ്റ് വൈൽഡ് ഏഷ്യയിലെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സിംഗപ്പൂരിലെ ചോച്ചുങ്ങാങ് ഇന്റർചേഞ്ചിൽ നിന്ന് 921 ബസ് എടുത്ത് നമ്മൾ എത്തിച്ചേർന്ന് റെയിൻ ഫോറസ്റ്റ് വൈൽഡ് ഏഷ്യ എന്ന് പറയുന്നത് ഈ മഴക്കാടിന്റെ തീമിലുള്ള ഒരു കിഡലൻ വൈൽഡ് ലൈഫ് പാർക്കിലാണ് കേട്ടോ. സിംഗപ്പൂരിലെ മണ്ടായി സൂനോട് ചേർന്നിട്ടോ ഈ ഒരു കിഡലൻ വൈൽഡ് ലൈഫ് തീം പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സിംഗപ്പൂർ റെസിഡൻസ് ആണെങ്കിൽ $36, നിങ്ങളൊരു ടൂറിസ്റ്റ് ആണെങ്കിൽ $45 ഇതിന്റെ ഒരു ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഏറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു മാപ്പ് കാണാൻ പറ്റും. അതൊരു ഫോട്ടോ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്കൊരു ഉപകാരപ്പെടും കേട്ടോ. 2 റൂട്ടിലാണ് നമുക്ക് ഈ ഒരു പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. ഒന്ന് എലിവേറ്റഡ് വാക്ക്വേയും പിന്നെ ഒന്ന് ഫോറസ്റ്റ് റൂട്ടും. നമ്മൾ ആദ്യം പിടിച്ചത് ഫോറസ്റ്റ് റൂട്ടിലാണ് കേട്ടോ. അത്യാവശ്യം കാടിന്റെ ആംബിയൻസും പരിപാടികളൊക്കെ ഉള്ള ഒരു കിടലൻ റൂട്ട് തന്നെയാണ് ഫോറസ്റ്റ് റൂട്ട്. നമ്മളങ്ങനെ ഫോറസ്റ്റ് റൂട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ നമ്മൾ എലിവേറ്റഡ് വാക്ക്വേയിലേക്ക് കയറി. അവിടെ അത്യാവശ്യം സാഹസികതയും പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എലിവേറ്റഡ് വാക്ക്വേയിലൂടെ പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് കൂടുതൽ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുക. നിങ്ങൾ സിംഗപ്പൂർ ഉള്ളവരാണെങ്കിലും നിങ്ങൾ സിംഗപ്പൂർ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഈ ഒരു സ്പോട്ട് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് സെറ്റപ്പായിട്ടാണ് ഇവിടുത്തെ ഒരു സംഭവം ഒരു അറേഞ്ച് ചെയ്തത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ഒരു വൈൽഡ് ലൈഫ് പാർക്കിൽ ഏറ്റവും കിടലനായിട്ടുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മലായൻ ടൈഗറുടെ ദർശനം തന്നെയായിരുന്നു കേട്ടോ. 8 സോണുകളായിട്ട് തിരിച്ചിട്ടുള്ള ഈ ഒരു പാർക്കിലത്തെ ദ കനോപ്പി എന്ന് പറഞ്ഞ സോണിലേക്ക് കേട്ടോ നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വെറൈറ്റി കുരങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു സോണിൽ കാണാൻ പറ്റിയിട്ടോ. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പാർക്കിനകത്ത് അവർ അടിപൊളി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില സംഭവങ്ങൾക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. മുമ്പ് നമ്മൾ സിംഗപ്പൂർ സൂ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ കണ്ട പല മൃഗങ്ങളെ കേട്ടോ ഇവിടെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് ഹണി ബിയർ എന്ന് പറഞ്ഞ കരടി കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു ചിമിട്ടൻ മുതലനെ കണ്ടോ. കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഇവിടുത്തെ 8ാമത്തെ സോണായിട്ടുള്ള കെവൻ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് കണ്ടോ. മലേഷ്യയിലെ മുളു കേവ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗുഹ അവരോട് സെറ്റ് ചെയ്തത്. വ്യത്യസ്ത തരം പാറ്റ, തവള, പാമ്പ്, മീൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഗുഹയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വൈൽഡ് ലൈഫ് പാർക്കിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇത്. ഇവിടെ വന്നിട്ടാണ് എല്ലാവരും ഒരു കിടലൻ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ സിംഗപ്പൂർ വരാൻ പ്ലാൻ ചെയ്യുന്നവരും ഇന്ന് സിംഗപ്പൂർ ഉണ്ടായിട്ടും ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാത്തവരും ഈ ഒരു സ്പോട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. റെയിൻ ഫോറസ്റ്റ് വൈൽഡ് ഏഷ്യ. മാത്രമല്ല ഇതേപോലത്തെ കിടലൻ വീഡിയോസിനായിട്ട് നമ്മുടെ പേജും ഫോളോ ചെയ്യാൻ മറക്കണം കേട്ടോ.